പശ്ചിമേഷ്യയെ കലുഷിതമാക്കിയ ഇറാൻ യുദ്ധം 2 മാസം പിന്നിടുമ്പോഴും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വീണ്ടും പാകിസ്ഥാനിലെത്തി. ഇറാൻ യുദ്ധം 2 മാസം പിന്നിടുമ്പോഴും സമാധാനം ഏറെ അകലെയാണെന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയെന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിച്ചാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്നും ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീട് ആകാമെന്നുമാണ് യുദ്ധം നിർത്താനുള്ള നിർദ്ദേശങ്ങളായി ഇറാൻ മുന്നോട്ട് വെച്ചത്. യുദ്ധം പുനരാരംഭിക്കില്ലെന്ന ഉറപ്പും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആണവ പദ്ധതിയിൽ തീരുമാനമെടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ പരാജയമായി വിലയിരുത്തപ്പെടും എന്നതിനാലാണ് അമേരിക്ക അതിന് വഴങ്ങാത്തത്. അതിനിടെ റഷ്യയിൽ ഇന്നലെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്നു രാവിലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വീണ്ടും പാകിസ്ഥാനിലെത്തി. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഇത് 3-ാം തവണയാണ് അരക്ചി പാകിസ്ഥാനിലെത്തുന്നത്. അതിനിടെ ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് അമേരിക്ക. ഇറാനിയൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോളതലത്തിൽ വൻ ഭക്ഷ്യ ഇന്ധനക്ഷാമത്തിന് കാരണമാകുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വ്യക്തമാക്കി. അതിനിടെ ഏപ്രിൽ 16 നിലവിൽ വന്ന വെടിനിർത്തലിനു ശേഷം ലെബനോണിൽ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40ആയി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.